സമയത്ത് പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ലടാ. കാണണ്ട തന്നെയാ. ആലപ്പുഴയിലെ ഇന്നലെ പുറത്തു വന്ന അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് പുറത്തു വന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആരോഗ്യമന്ത്രി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടല്ലോ. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ഒരു ആരോഗ്യമന്ത്രി അല്ല സർജറി നടത്തുന്നത്, ഒരു ആരോഗ്യമന്ത്രി അല്ല ഈ സർജിക്കൽ പ്രൊസീജിയേഴ്സ് പഠിപ്പിക്കുന്നത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. അത് UDF കാലത്താണോ, 2014 അത് 17 എത്രയോ നാളുകൾക്ക് മുൻപ് ഉണ്ടായതാണ്. അതായത് വാസ്തവത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ്. അന്ന് ഒരു പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ടില്ല. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്. ലീഡർ ആരാണ് മാഡം? സിസ്റ്റത്തിന്റെ ലീഡർ ആരാണ്? സിസ്റ്റത്തിന്റെ കുഴപ്പമൊന്നും എല്ലാവരും പറയുന്നു, ഡോക്ടർമാർ പറയുന്നു, എല്ലാവരും സിസ്റ്റത്തിന്റെ ലീഡർ ആരാ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഏഷ്യാനെറ്റ് ഇന്നലെ പറഞ്ഞല്ലോ, എന്റെ പടം കാണിച്ചിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? മന്ത്രിയുടെ പടമല്ലേ കാണിക്കുന്നത്? അതെയല്ലേ? എന്താണ് ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാൽ? എന്താണ് ഞാൻ ചെയ്ത പിഴവെന്ന് പറഞ്ഞാട്ടെ? ഞങ്ങളാണോ പിഴവ് ചെയ്തത്? അല്ല, നിങ്ങളാണല്ലോ കാർഡ് കൊടുത്തേ. അപ്പൊ ഞാൻ ചെയ്ത പിഴവ് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ് മാഡം? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നോട് നിങ്ങൾ 100 ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഇതില്ലേ? കാർഡ് ഇറക്കിയത് ഞങ്ങളാണ്. നമ്മുടെ ബേസിക് ചോദ്യമുള്ളൂ, ഈ സിസ്റ്റം ആരാണ്? ഞാൻ ചെയ്ത പിഴവ് എന്താണെന്ന് പറഞ്ഞാട്ടെ. എത്രയോ ഒറ്റപ്പെട്ട സംഭവങ്ങളായി. ഈ സംഭവങ്ങളിലേക്ക് എന്ത് നടപടികൾ വന്നു? ഇപ്പൊ കോഴിക്കോട് ഹർഷീന ഉണ്ട്, കത്രിക കുടുങ്ങിയ ആ ഹർഷീനയ്ക്ക് എന്ത് നീതിയാ മന്ത്രി ഉറപ്പാക്കി? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഏഷ്യാനെറ്റ് ന്യൂസിനെ പേരെടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് പറയാം. പ്രശ്നം ശിവകുമാറിന്റെ കാലത്ത് വെച്ച കെട്ടിടമെങ്കിൽ 10 വർഷം ഭരിച്ചിട്ടും ഇടിഞ്ഞു വീഴുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിട്ടും ആ കെട്ടിടം പുതുക്കി പണിയാതെ ഒരു പാവപ്പെട്ട സ്ത്രീ ആ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചതല്ലേ ആരോഗ്യമന്ത്രി? പ്രശ്നം കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പ്രശ്നം ഒരു കുട്ടിയുടെ കൈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മുറിച്ചു കളയേണ്ടി വരുമ്പോൾ അവർക്കൊരു സമാശ്വാസം നൽകാൻ കഴിയാത്തതല്ലേ പ്രശ്നം? ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ, നന്നായി. പ്രശ്നം സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യർ ചികിത്സയ്ക്ക് പോകുമ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറിനുള്ളിൽ പഞ്ഞി വെച്ച് തുന്നിക്കെട്ടുന്നതല്ലേ പ്രശ്നം? പ്രശ്നം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള അതീവ ശ്രദ്ധയർഹിക്കുന്ന ICUവിൽ ചികിത്സയിലുള്ള യുവതിയെ അവിടുത്തെ ജീവനക്കാർ തന്നെ പീഡിപ്പിക്കുകയും ആ പീഡിപ്പിക്കുന്നവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതല്ലേ പ്രശ്നം? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പ്രശ്നം ഹർഷീന എന്ന യുവതിയുടെ വയറിനുള്ളിൽ കത്രികയിട്ട് തുന്നിക്കെട്ടുകയും പിന്നീട് അതിന്റെ ഉത്തരവാദിത്വം UDF കാലത്തിലേക്കും LDF കാലത്തിലേക്കും തട്ടിക്കളിക്കുന്നതല്ലേ പ്രശ്നം? പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ മനുഷ്യർ ആശുപത്രികളിൽ എത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഈ ചികിത്സകളിലെ അപര്യാപ്ത, ജീവനക്കാരുടെ അപര്യാപ്തത ഹാരിസ് ചിറക്കൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള ഒരു പ്രിന്റർ പോലും ഇല്ലാത്ത പ്രിന്ററിൽ കടലാസ് പുറത്തുനിന്ന് വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന, മുട്ടുസൂചി വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന, ആ പ്രിന്ററിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ മഷി വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന സിസ്റ്റം കത്രികയിലാണെന്ന് പറയുന്നതാണോ ആരോഗ്യമന്ത്രി? നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.